KSRTC പ്രേക്ഷകർക്ക് അതിന്റെ ബോർഡിൽ കാണാം. ശ്രീ ഷാഫി പറമ്പിൽ MLA അവരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 8,95 അല്ലേ 8,09,50,000 കോടി രൂപയുടെ ചെലവിൽ നിർമ്മിച്ച KSRTC പരാതി സർക്കാർ ഫണ്ട് പൂർണ്ണമായും ഈ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിവെച്ചു. ആ ബസ് സ്റ്റാൻഡിൽ നമുക്കൊന്ന് നടന്ന് കാണുകയും ചെയ്യാം, നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ആ സമയം നമ്മുടെ LDF സ്ഥാനാർത്ഥി സരിൻ നമുക്കൊപ്പം ചേരും. ഗുഡ് മോർണിംഗ് സാർ. പാലക്കാട് KSRTCയിലാണോ വന്നത്? അല്ല, ഒറ്റപ്പാലത്ത് കാണാം. അയ്യോ, ഒറ്റപ്പാലത്ത് വന്നാണോ ഇത് കണ്ടോണ്ട്? സന്തോഷം. സന്തോഷം. എന്ത് ചെയ്യുന്നു? ഒറ്റപ്പാലത്ത് എവിടെ? പാലപ്പുറത്താണോ വീട്? ഓക്കെ, പാലപ്പുറം നമ്മുടെ സ്വദേശമാണ്. അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് NSS കോളേജിൽ. താങ്ക് യു. നമസ്കാരം. KSRTCയിലാണോ വന്നത്? അല്ല, ഞങ്ങൾ കാറിൽ വേറെ ഊട്ടിക്ക് ഭാര്യയും മോളെയും കൊണ്ടാക്കും. ഭാര്യയും മോളെ ഊട്ടിക്ക് വിട്ടു. ഇതിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല, ജസ്റ്റ് കണ്ടപ്പോ അല്ല, അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് ചോദിച്ചത്. ഭാര്യ മോളെ ഊട്ടിക്ക് വിട്ടു, കൂടെ പോണ്ടേ? സന്തോഷം. എങ്ങനെയുണ്ട് പാലക്കാട് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പൾസ്? നല്ല പൊരിഞ്ഞ പോരാട്ടമാണ്. മൂന്നും കക്ഷികളും സ്ട്രോങ് ആണ്. ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ശക്തമായ ഏകപക്ഷീയമായ വാക്കോവർ അല്ല. സമകാലിക അടുത്ത സമയത്തുണ്ടായ വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാണുന്നത്. ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ട് അല്ലേ? അങ്ങനെയാണോ? നിങ്ങൾ ഒറ്റപ്പാലത്തല്ലേ വോട്ട്? അപ്പൊ പാലക്കാട് വോട്ടല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലൂടെ സന്ദർശനം ആരംഭിച്ചു. അപ്പൊ KSRTC തുടങ്ങി ഈ പാലക്കാട് ചർച്ചയായ എല്ലാ ഇടങ്ങളിലൂടെയും പോയി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടുക. താങ്ക് യു. അപ്പൊ ഇവിടെ നല്ല ഇലയുടെ കിട്ടും, ഒരു ഇലയുടെ കഴിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമസ്കാരം. പാലക്കാടാണോ? KSRTCയിൽ യാത്ര ചെയ്യുന്ന ആളാണോ? ട്രിവാൻഡ്രത്ത് നിന്ന് വന്നാ KSRTCയിലാണോ വന്നത്? അതെ, KSRTCയിൽ വന്ന ഞങ്ങളെ വ്യാപാരീസുടെ പ്രതിനിധിയാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയാം. കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന വ്യാപാരി സമൂഹമാണ്. അപ്പം ഞാൻ സ്റ്റേറ്റിന്റെ ഭാരവാഹിയാണ്. ഇവിടെ പിന്തുണ ആർക്കെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ പിന്തുണയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ ഇതിന്റെ ഒന്ന് ഗ്രാഹ്യം ഒന്ന് കാണാൻ വേണ്ടി വിജയിച്ചു വരണം എന്നാണ് വ്യാപാരി വ്യവസായികളുടെ ആഗ്രഹം. നമ്മളെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം. കാര്യം ഏറ്റവും കൂടുതലും അനുഭവങ്ങൾ ഉണ്ടാവുന്ന വ്യാപാരികൾക്കാണ്. ഇപ്പം 55% കച്ചവടം മാത്രമേ ഉള്ളൂ. 45% കച്ചവടക്കാർ പൂട്ടിപ്പോയിരിക്കുക. നമുക്കറിയാലോ. അപ്പോൾ എന്ത് ദുരന്തം ഉണ്ടായതിന് ഏറ്റവും കൂടുതൽ കൈത്താങ്ങായിട്ട് സഹായിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇപ്പം നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെന്നേ ആഗ്രഹമുള്ളൂ. ഒരു വികസനം വേണം ഇവിടെ. ഓ അതെ, ഇലക്ഷൻ കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, നല്ല യാത്ര, നല്ല സുഖയാത്ര. കുഴപ്പമില്ല, നല്ല യാത്ര. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക് യു.